ഹലോ, ഞങ്ങളിപ്പോൾ ഇവിടെ രാവിലത്തെ പരിപാടിയാണ്. രാവിലെ ചായ തിളപ്പിക്കുന്നു. പിന്നെ രാവിലെ ഇഡ്ഡലി പുഴുങ്ങാനുള്ള പരിപാടി. അതിനുള്ള സാമ്പാറിൻ്റെ പരിപ്പടുപ്പേ കിടക്കുന്നു. അത് വേകുമ്പോൾ നമുക്ക് കഷ്ണങ്ങളൊക്കെ ഇടാം. ഇപ്പം ചായ തിളപ്പിക്കുക. ചായ തിളപ്പിച്ച് കുടിച്ചിട്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞ് പരിപാടി ഒതുക്കി കാപ്പിയുടെ പരിപാടിയിലേക്കാണ്. അപ്പോൾ നമുക്ക് ചായ കുടിക്കാം. അപ്പം ചായ തിളച്ചിട്ടുണ്ട്, നമുക്ക് ചായ കുടിക്കാം. ഞാൻ ഈ കപ്പിനകത്താണ് ചായ കുടിക്കുന്നത്, എൻ്റെ കപ്പായത്. നമുക്ക് ചായ കുടിക്കാം. ചായ കുടിച്ചപ്പം പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് അതിനകത്ത് കഷ്ണം ഇട്ട് കൊടുക്കാം. പച്ചമുളക് 4 എണ്ണം, സവാള, കിഴങ്ങും ഉണ്ട്, ഒരു കഷ്ണം ഓമയ്ക്കായും ഉണ്ട്. അപ്പോൾ ഓമയ്ക്ക സാമ്പാറെന്നും പറയാം, തട്ടിക്കൂട്ട് സാമ്പാറെന്നും പറയാം. കണ്ട. പിന്നെ നമുക്ക് അതിനകത്ത് ഇടാനുള്ളത് വഴുതനങ്ങയാണ്. അപ്പം അതും കൂടെ ഇട്ട് കൊടുക്കാം. വഴുതനങ്ങ അവിടെ ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് അതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് ഇതാ തട്ടിക്കൂട്ട് സാമ്പാറെന്ന് പറയുന്നത്. സാമ്പാറിന് ഒരുപാട് കഷ്ണം വേണ്ടല്ലോ, അല്ലയോ? ഒത്തിരി കഷ്ണം വാരി വലിച്ചിടണ്ടായിരുന്നു. ഉപ്പിട്ട് കൊടുത്ത് പിന്നെ നമുക്ക് ഒരു 2 കറിവേപ്പില അതും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ നമുക്കത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ടാകും. അപ്പം നമുക്കതിന് വേണ്ടുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്ത്. നമ്മളിതിനകത്ത് 2 തക്കാളി ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ ശകലം പുളി ചേർക്കുന്നു. ശകലം പുളി ചേർത്ത് ഉപ്പ് പോരാതുണ്ട്. ശകലം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അത്ര ഉപ്പും കൂടെ അത് ഇതൊന്ന് തിളക്കട്ടെ. ഇത് കണ്ടോ സാമ്പാർ. അപ്പോൾ അതൊന്ന് തിളക്കട്ടെ. നമുക്ക് വെക്കണം. ഇഡ്ഡലി ആയിട്ടുണ്ട്. ഇഡ്ഡലി പുഴുങ്ങി തണുക്കാനെടുത്ത് വെച്ചിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഇളക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായിട്ടുണ്ട്. നമുക്കതിനൊന്ന് കടുവറുത്ത് കൊടുക്കാം. അതിന് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടുമ്പോൾ ഇച്ചിരി കടുവും കൂടെ ഇട്ട് കൊടുക്കാം. കടുവും പൊട്ടുന്നുണ്ട്. ഇത് അടുക്കുന്നു. കടുവ് ഉലുവയും പൊട്ടുന്നു. ഇച്ചിരി ഉള്ളി ഇട്ട് കൊടുക്കാം. ഈ കറിയാക്കാം. അപ്പം നമ്മളെ ഇഡ്ഡലി ആയിട്ടുണ്ട്. ഇഡ്ഡലി ഇളക്കി വെച്ച് ഇഡ്ഡലിയെല്ലാം ഇളക്കി വെച്ചിട്ടുണ്ട്. ഒരു കട്ടോടെ കൂടി വെച്ച് അപ്പോൾ ഇതോടെ വറുത്ത് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ കാപ്പിയുടെ റെഡിയാകും.
നമ്മുടെ കടുവൊക്കെ കടുവ ഉള്ളിയും കറിവേപ്പിലയെല്ലാം മൂത്തിട്ടുണ്ട്. നമുക്ക് സാമ്പാറിൽ ഒഴിച്ചു കൊടുക്കും. അപ്പം നമ്മുടെ ഓമയ്ക്ക സാമ്പാറോ തട്ടിക്കൂട്ട് സാമ്പാറോ രണ്ടായാലും റെഡി ആയിട്ടുണ്ട്. നോക്കിക്കേ നമ്മുടെ സാമ്പാർ. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്തെങ്കിലേ മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത